ഒരു വമ്പൻ ബില്ല് കേന്ദ്രം അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേന്ദ്ര മന്ത്രിസഭ ഇതിന് അനുമതി നൽകിയിട്ടുണ്ട്. ഈ ബില്ല് നിയമമായി മാറുന്നതോടുകൂടി കാര്യങ്ങൾ മാറിമറിയും. വലിയ പ്രതിഷേധത്തിനിടയാക്കുന്ന ഒരു ബില്ല് തന്നെയാണ്. വഖഫ് ബോർഡിൻ്റെ നിയമങ്ങൾ സമൂലം മാറ്റിമറിച്ചുകൊണ്ട് ഒരു പുതിയ ബില്ലാണ്. അതായത് വഖഫ് ബോർഡിന് നിലവിലുള്ള നിയമങ്ങളിൽ 40 നിയമങ്ങൾ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ബില്ലാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഭൂമി സ്വത്തായി പ്രഖ്യാപിക്കാനുള്ള വഖഫ് ബോർഡിൻ്റെ അധികാരം പരിശോധിക്കും. 40ഓളം ഭേദഗതികൾ ബില്ലിൽ ഉണ്ടാകും. ഒപ്പം തന്നെ ഈ വഖഫ് ബോർഡിൻ്റെ ആ ഘടന പാടേ പൊളിച്ചെഴുതിക്കൊണ്ട് സെക്ഷൻ 9, സെക്ഷൻ 14 എന്നീ വകുപ്പുകൾ ഭേദഗതി ചെയ്തുകൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കും. അതുപോലെ തന്നെ വഖഫ് ബോർഡ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന അവകാശവാദം ഉന്നയിക്കുന്ന തർക്ക പ്രദേശമായ 123 സ്വത്തുവകകൾ കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും. ഒപ്പം തന്നെ ഇത് നേരത്തെ തന്നെ ദില്ലി ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ് ഈ ഭൂമിയുടെ ഒരു നിജസ്ഥിതി അറിയിക്കുവാൻ. അതുപ്രകാരം കേന്ദ്രം നോട്ടീസ് നൽകിയിട്ടുള്ളതാണ് ഈ 123 സ്വത്തുക്കൾ. ഏതായാലും തമിഴ്നാട്ടിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ തിരുച്ചെന്തൂർ ഗ്രാമത്തിൻ്റെ പോലും ഉടമസ്ഥാവകാശം അവകാശപ്പെട്ട സാഹചര്യത്തിലാണ് വഖഫ് ബോർഡിനെ കടിഞ്ഞാണിടാൻ കേന്ദ്രം നീക്കം തുടങ്ങിയത്. 28 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി 30 വഖഫ് ബോർഡുകളാണ് നിലവിലുള്ളത്. നിലവിൽ 9.4 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റെ കൈവശമുണ്ട്. 8.7 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. ഈ വഖഫ് ബോർഡിൻ്റെ ഈ സ്വത്തുക്കൾ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കുകയും ഇല്ലെങ്കിൽ അന്യായമായി കൈവശം വെക്കുകയും ചെയ്തതിൽ അനവധി കേസുകൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വഖഫ് ബോർഡിന് ഒരു കടിഞ്ഞാണിടുക, അതിന് നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം ഈ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിൽ പല സംസ്ഥാനത്തെയും വഖഫ് ബോർഡുകൾ അധികാര ദുർവിനിയോഗം നടത്തുന്നതായി അനവധി പരാതികൾ വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ്. ഏതായാലും ഒരു വലിയ ബില്ല്, ഒരു വമ്പൻ ബില്ല് വരുന്നു എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം കേന്ദ്ര മന്ത്രിസഭ ഇതിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി വേണ്ടത് ബില്ല് അവതരിപ്പിക്കുക, പാസ്സാക്കുക എന്ന് മാത്രമാണ്. ഏതായാലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നായി വഖഫ് ബോർഡ് മാറുന്നു. ഇതിനു മുൻപും ഈ വഖഫ് ബോർഡിൻ്റെ ഈ ഒരു നിയന്ത്രണം ആവശ്യമാണെന്നും നിയമങ്ങൾ സമൂലം മാറ്റി എഴുതണമെന്നും മുസ്ലിം വിഭാഗത്തിലുള്ള തന്നെയുള്ള ചില സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത് കൂടി ഈ അവസരത്തിൽ ഓർക്കാം. ഏതായാലും നരേന്ദ്രമോദി സർക്കാർ 3ാം വട്ടം അധികാരത്തിലേറി ആദ്യം നടപ്പാക്കുന്ന ബില്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഇത് മാറുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.